കോളേജിലോ സ്കൂളിലോ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഫ്രണ്ട്സിന് മുമ്പിൽ ഒന്ന് മിന്നിത്തിളങ്ങാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇതേപോലെ കുറച്ച് പേൾസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അഥവാ ഇല്ലെങ്കിൽ വില പഴയ മാലയുടെ മുത്തെടുത്ത് കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ നൈലോൺ ത്രെഡ് ഇല്ല, അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഞാൻ ഈ കോപ്പർ വയർ എടുത്തു. എന്നിട്ട് അതിലേക്ക് മുത്തുകൾ ഇതേപോലെ കോർത്തു കൊടുക്കുക. പക്ഷേ സെന്ററിൽ ഒരു വലിയ മുത്ത് വെക്കാൻ മറക്കരുത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മുടെ നടുവിൽ വെച്ചിട്ടുള്ള വലിയ പോളിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ കോപ്പർ വയർ എന്ത് ചെയ്യണം, എടുത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിക്കുക. ഇത് വലിയ പണിയുള്ള പണിയൊന്നുമല്ല, ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവം സിമ്പിൾ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ നമ്മളൊരു ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ നമ്മൾ അതിന്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ചില സാങ്കേതിക കാരണങ്ങളാൽ കുറച്ച് ലേറ്റ് പോയി. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കണം നമ്മൾ എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അതെ, ഞാനൊരു പേൾ കൊണ്ടൊരു ബോ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെ നമ്മുടെ ബോ കസ്കസ് ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇത് പൗച്ചിലോ ബാഗിലോ തൂക്കിയിട്ടൊന്ന് പോണം മക്കളെ. പട്ടിഷോ ഇറക്കാൻ വരെ എവിടെയും പോകണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട, ഇതും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.